അപ്പോൾ നമ്മളിന്ന് അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. സ്വീഡനിലെ ഹാംസ്റ്റണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. സ്വീഡനിൽ നിന്നും ഡെൻമാർക്കിലെ ക്യാപിറ്റലായ കോപ്പൻഹേഗൻ വഴിയാണ് നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള യാത്ര. സ്വീഡനിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തു കോപ്പൻഹേഗൻ എത്തി. അവിടുന്ന് 1 hour ജേർണി ഉണ്ട് പോളണ്ടിലെ ബാൾട്ടിക് ട്രഷർ എന്നറിയപ്പെടുന്ന ഗ്ഡാൻസ്കിലേക്ക്. ബാൾട്ടിക് സീയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്ഡാൻസ്ക് എന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര. ആംബർ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈ ലോകം തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ സംഭവം തുടങ്ങിയത് പോളണ്ടിലെ ഈ ചെറുപട്ടണത്തിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ ഹിറ്റ്ലറുടെ നാസിപ്പട പോളണ്ടിലെ ഗ്ഡാൻസ്ക് എന്ന ഈ ചെറുപട്ടണത്തിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആക്രമിച്ചുകൊണ്ടാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം. അതെ, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ ഗൺഷോട്ട് മുഴങ്ങുന്നത് ഗ്ഡാൻസ്കിലാണ്. 2 days ട്രിപ്പാണ് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത്. ഗ്ഡാൻസ്ക് എയർപോർട്ടിൽ നിന്നും 1 hour ജേർണി ഉണ്ട് സെൻട്രത്തേക്ക്. സെൻട്രത്ത് തന്നെയുള്ള ഒരു വേൾഡ് ഹോസ്റ്റലിലാണ് നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഈ ഒരു അക്കോമഡേഷനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ സിറ്റി സെൻറ്റർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സൂര്യൻ നേരത്തെ അസ്തമിച്ചിരുന്നു. ഇപ്പോൾ സമയം 3:30 ആയിട്ടേ ഉള്ളൂ. എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ് ഉള്ളത്. ഗ്ഡാൻസ്കിലെ ഐക്കോണിക് ലാൻഡ്മാർക്കുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ടൗണിലാണ്. ലോങ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനവും. 2nd വേൾഡ് വാറിൻ്റെ അവസാനമായപ്പോഴേക്കും 90% തകർന്നു തരിപ്പണമായ ഗ്ഡാൻസ്ക് സിറ്റിയുടെ പുനർജീവനത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 2nd വേൾഡ് വാർ, അന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ 2nd വേൾഡ് വാർ തുടങ്ങിയ ഈ ചെറുപട്ടണത്തിൽ വരാൻ സാധ്യമാകുന്നുള്ളത്. ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഏറ്റവും ആകർഷകമാകുന്ന ഐക്കോണിക്കായിട്ടുള്ള ലാൻഡ്മാർക്കാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഷ്ടിക പള്ളിയാണ്. 14ാം നൂറ്റാണ്ടിൽ പണി ആരംഭിച്ച ഈ പള്ളി 200 വർഷം എടുത്തു. അതായത് 16ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 600 വർഷം പഴക്കമുണ്ട്. ഈ ഗ്ഡാൻസ്ക് സിറ്റി നേരിട്ട യുദ്ധത്തിൻ്റെ സാക്ഷിമുഖം. ഈ ചർച്ചിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ശരിക്കും നമ്മളെ അമ്പരിപ്പിക്കുന്നവയാണ്. ആ നൂറ്റാണ്ടിൽ ഈ പണികളൊക്കെ എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലെ ചോദ്യം. ഈ ചർച്ച് ടവറിനുള്ളിൽ ഏതാണ്ട് 400-ലധികം സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി ചെന്നാൽ ഈ ഗ്ഡാൻസ്ക് സിറ്റി മുഴുവൻ ഒരൊറ്റ ഷോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ഡാൻസ്ക് സിറ്റിയുടെ മുഖച്ഛായ എന്നറിയപ്പെടുന്ന ഫൗണ്ടെയിനാണ് ലോങ് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂൺ ഫൗണ്ടെയിൻ. സമുദ്രദേവനായ നെപ്റ്റ്യൂണിൻ്റെ പ്രതിമയാണിത്. ഈ സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴമ നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്നാൽ ഇതെല്ലാം 1945 ശേഷം, 2nd വേൾഡ് വാറിന് ശേഷം പഴയ നൂറ്റാണ്ടിലുള്ള ബിൽഡിങ്ങുകളെല്ലാം അതേപടി ഇവർ പുനർനിർമ്മിച്ചവയാണ്. ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഈ ജനത നേരിട്ട സംഘർഷങ്ങൾ, അവയെല്ലാം മറികടന്ന് ഈ ഒരു സിറ്റിയുടെ പുനർജീവനത്തിൻ്റെ കഥയാണ് നമ്മൾ ഓർക്കുന്നത്.
മോഡ്ലാവോ നദിയുടെ തീരത്താണ് ഗ്ഡാൻസ്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പണ്ട് കാലത്തെ ഷിപ്പിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണാം. ഇത് കണ്ടാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈററ്റ് ഷിപ്പാണെന്ന് തോന്നും. എന്നാൽ ഇതും ഈ അടുത്ത് നിർമ്മിച്ചവയാണ്. ഈ നദിയുടെ ഇരുവശങ്ങളിലും കാണുന്നത് കൂടുതലും ഗ്ഡാൻസ്കിലെ റെസ്റ്റോറൻറ്റുകളും ഐക്കോണിക്കായിട്ടുള്ള ലാൻഡ്മാർക്കുകളൊക്കെയാണ്. ഗ്ഡാൻസ്കിൽ വന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലാൻഡ്മാർക്കാണ് വേൾഡ് വാർ II മ്യൂസിയം. അതെ, അന്ന് ഇവർ നേരിട്ട ആ യുദ്ധത്തിൻ്റെ സാക്ഷ്യപത്രം വിവരിച്ച് ഓതുന്ന ഒരു പ്രദർശനശാല. വേൾഡ് വാർ II മ്യൂസിയം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെൻറ്ററാണ്. അതുപോലെ തന്നെ ഗ്ഡാൻസ്കിലെ മറ്റൊരു ഐക്കോണിക്കായിട്ടുള്ള ലാൻഡ്മാർക്കാണ് സോളിഡാരിറ്റി സെൻറ്റർ. അതെ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണിത്. പോളണ്ടിൽ നിന്ന് മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് തന്നെ കമ്മ്യൂണിസത്തിനെ തുടച്ചു നീക്കിയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഇവിടെയെന്നാണ്. പണ്ട് സന്ദേശം മൂവി നമ്മൾ കണ്ടപ്പോൾ പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ അന്നൊന്നും അറിയില്ല എന്തിനാണെന്നത് പറഞ്ഞ് അത് കേട്ടു ചിരിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വന്ന് ആ ചരിത്ര സ്മാരകത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത്. എന്താണ് ശരിക്കും പോളണ്ടിൽ സംഭവിച്ചത്? ചേരാൻ പറഞ്ഞ് സോളിഡാരിറ്റി മൂവ്മെൻറ്റ് നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1980കളിൽ പോളണ്ടിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു പ്രസ്ഥാനം ഉയർന്നു വന്നു. അതാണ് സോളിഡാരിറ്റി. ഗ്ഡാൻസ്ക് ഷിപ്പ്യാർഡിലെ സാധാരണ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കായും സ്വാതന്ത്ര്യത്തിനായും ഉയർത്തിയ ശബ്ദമാണിത്. ലേഖ് വലേസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം ഉടൻ തന്നെ മുഴുവൻ രാജ്യത്തെയും സ്വാധീനിച്ചു. അന്ന് പോളണ്ട് കർശനമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു. പക്ഷേ സോളിഡാരിറ്റി ഒരു തൊഴിലാളി സമരം മാത്രമായിരുന്നില്ല, അതൊരു ജനതയുടെ സ്വാതന്ത്ര്യ ഹൃദയമെടുപ്പായിരുന്നു. വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ശബ്ദങ്ങൾ ഒന്നായി ചേർന്നു രാജ്യത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. അവസാനം ഈ പ്രസ്ഥാനം തന്നെയാണ് പോളണ്ടിൽ നിന്ന് മാത്രമല്ല കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിനും അതിനെ മുട്ടുമടക്കാനും സഹായിച്ചത്. പോളണ്ടിലെ ജനാധിപത്യത്തിൻ്റെ പുനർജന്മത്തിനും കാരണമായത്. അപ്പോൾ നമ്മുടെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുകയാണ്.